റീൽസ് ഇനി തുടരും. റീൽസ് തുടർന്നോട്ടെ, അത് ആ വിള്ളലുള്ള ഭാഗത്ത് പോയിട്ട് എടുക്കണം. നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിക്കുന്നതെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കും. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഈ കമ്പനികളുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങൾ ഇത് ആദ്യമല്ല. ഇപ്പോൾ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കാഞ്ഞങ്ങാടൊക്കെ മണ്ണിടിച്ചതിന്, കാസർഗോഡ് മണ്ണിടിച്ചതിന്റെ പേരിൽ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഏതാണ്ട് 1.25 കോടി രൂപയോളം ഈ കമ്പനിക്ക് നേരെ പിഴയിട്ടിട്ടുണ്ട്. പലയിടങ്ങളിൽ അശാസ്ത്രീയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ട്. പലയിടങ്ങളിൽ മരണമുണ്ടായിട്ടുണ്ട്. അശാസ്ത്രീയമായി കുന്നിടിക്കുമ്പോൾ മണ്ണ് വന്ന് വീണ് ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം മരിച്ചിട്ടുണ്ട്. ഇങ്ങനെ തോന്നിയ വഴിക്കാണ് നിർമ്മാണം ഉണ്ടാകുന്നത്. ഈ NHAI അതോറിറ്റിയുടെ അവിടുത്തെ എഞ്ചിനീയർമാർ, അവിടുത്തെ ഈ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ വേണ്ടി ശമ്പളം വാങ്ങുന്ന മനുഷ്യർ, ഇതൊന്നും കണ്ടില്ല. അവിടെ ജനപ്രതിനിധികൾ വന്ന് മുണ്ടും മാടിക്കെട്ടി നിന്നില്ല എന്ന് പറയുന്ന വിമർശനം ഉന്നയിക്കുമ്പോൾ ശമ്പളം വാങ്ങുന്നവർ എന്ത് ചെയ്യുകയായിരുന്നു എന്നൊരു ചോദ്യം സ്വാഭാവികമായി ഉണ്ടാവില്ലേ? നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയാം. പക്ഷേ ഈ ജനപ്രതിനിധികൾ വന്ന് മുണ്ടുമടക്കി കുത്തി നിന്നില്ല എന്നതുണ്ടല്ലോ, അത് അക്ഷന്തവ്യമായ അപരാധം തന്നെയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ശിവദാസൻ പറയുന്നത് പോലെ കുഴിയെടുക്കുമ്പോൾ ജനപ്രതിനിധി വരണോ എന്ന് ചോദിച്ചതല്ല. അവിടെ ജനങ്ങൾ സമരം ചെയ്തിരുന്നു. ജനങ്ങൾ അവിടെ ഈ തരത്തിലുള്ള ഒരു സ്ട്രക്ചർ പണിഞ്ഞാൽ അത് ഇവിടുത്തെ മഴയ്ക്കും മഴവെള്ളത്തിനും തടസ്സമുണ്ടാകുമെന്നും ആ സ്ട്രക്ചർ ഒരു കാരണവശാലും നിലനിൽക്കില്ല എന്നും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് ജനങ്ങൾ സമരം ചെയ്തു. ജനങ്ങൾ സമരം ചെയ്യുമ്പം ആ ജനങ്ങളുടെ സമരത്തിൻ്റെ അടിസ്ഥാനം തപ്പുകയും ആ അടിസ്ഥാനം പാർലമെൻറ്റിൽ, അതുകൊണ്ടാണ് ഞാൻ MP പറഞ്ഞത്, നിയമസഭയിലും പാർലമെൻറ്റിലും. കാരണം ലാൻഡ് അക്വിസേഷൻ സംസ്ഥാന ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്, അത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. ആ ലാൻഡ് അക്വിസേഷൻ നടക്കുന്ന സമയത്ത് ഇന്ന വഴി കൂടെ ഇന്ന രീതിയിലാണ് പോകേണ്ടത് എന്ന് പറയേണ്ട ചുമതല സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട്. അവിടുത്തെ MP-ക്ക് വേണ്ടി വന്നാൽ പാർലമെൻറ്റിൽ അത് പറയേണ്ട ചുമതലയുണ്ട്. അല്ലാണ്ട് മുണ്ടുമാടിക്കുത്തി നിൽക്കണം. ഈ മുണ്ടുമാടിക്കുത്തി നിൽക്കുന്ന മാടമ്പി സ്വഭാവം മാത്രമേ CPM-കാർക്ക് അറിയുള്ളൂ. നാട്ടിലെ ജനങ്ങളുടെ രോദനവും വിഷമവും പ്രയാസവും ജനങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാതെ നടന്നിട്ട് എന്തെങ്കിലും റീല് മാത്രം എടുക്കാൻ നടന്നിട്ട് കാര്യമില്ല. ഇപ്പം മരുമോൻ പറയുന്നുണ്ടല്ലോ, ഞാൻ ഇനി റീലെടുക്കും, വികസനവും നടക്കും, റീലും നടക്കും. റീലെടുത്തോ, പക്ഷേ മുഖ്യമന്ത്രിയുടെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും എന്നൊക്കെ പറയുന്നത് ശരി എന്ന് വിചാരിക്കാം. മരുമകൻ എന്ന ഏകപക്ഷമായി വിശേഷിപ്പിക്കലൊന്നും ഒരു നല്ല ചർച്ചാ രീതിയല്ല കേട്ടോ. അദ്ദേഹത്തിന്റെ സ്ഥാനം മരുമകൻ എന്നുള്ളതല്ല, സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ളതാണ്. ബഹുമാനപൂർവ്വം സംസാരിക്കണമെന്ന് ബഹുമാനപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ നമുക്ക് അല്ല, ഇതിലിപ്പോൾ വലിയ അപമാനമൊന്നുമില്ലെന്ന് അങ്ങേരെ ഞാൻ മരുമകനല്ലാന്നൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാ സമയത്തും ഞാൻ മുഖ്യമന്ത്രിയുടെ മരുമകൻ തന്നെയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യവുമാണ്. അങ്ങനെ ഒരു ചോദ്യവും ഉത്തരവും സംസ്ഥാനത്തെ ഒരു മന്ത്രി അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാഹചര്യം പോലും മനസ്സിലാവുന്നില്ല. അങ്ങനെയല്ല അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും എന്ന് പറയുമ്പോൾ അങ്ങനെയും വിമർശനം ഉന്നയിക്കേണ്ടതാണ്. എന്നാലും ശരിയെന്ന് വെക്കാം. പക്ഷെ മരുമകൻ എന്ന ഏകപക്ഷീയമായി അല്ലെങ്കിൽ ആ ഒരൊറ്റ വാക്കുകൊണ്ട് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യരുത്, അത് മാന്യമല്ല. ശരി, നിങ്ങൾ പറയുന്നതനുസരിച്ച് നമുക്ക് റിയാസ് എന്ന് പറയാം. പൊതുമരാമത്ത് മന്ത്രി റിയാസ് എന്താ പറഞ്ഞെന്നുള്ളത് നിങ്ങൾ എഴുതി കാണിക്കുന്നുണ്ട്. റീൽസ് ഇനി തുടരും. റീൽസ് തുടർന്നോട്ടെ, അത് ആ വിള്ളലുള്ള ഭാഗത്ത് പോയിട്ട് എടുക്കണം. ആ വിള്ളലുള്ള ഭാഗത്ത് പോയിട്ട് ഇത് ഞങ്ങളുടെ റോഡാണ്, ഇവിടെ വിണ്ടുപോയി എന്ന് പറയാൻ തയ്യാറാവണം. അതല്ലാതെ മിനുസമുള്ള സ്ഥലത്ത് പോയിട്ട് ഇത് അമേരിക്കൻ സ്റ്റൈൽ റോഡ് പിണറായി ഉണ്ടാക്കിയതാണ് എന്ന് പറയരുത്. അങ്ങനെ പറയുമ്പോഴാണ് മരുമകനോ അമ്മാവനും അമ്മായിയപ്പനും എന്നൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിതിൻ ഗഡ്കരി ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അതാണ് അന്തസ്. അതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ എഴുതി കാണിക്കുന്നത്. ET മുഹമ്മദ് ബഷീർ നിതിൻ ഗഡ്കരിയെ അഭിനന്ദിച്ചുകൊണ്ട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എഴുതി കാണിക്കുന്നുണ്ടല്ലോ. നിതിൻ ഗഡ്കരി അന്തസ്സായിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അത് മുഴുവൻ ഈ കമ്പനി എവിടെയൊക്കെ പണിഞ്ഞു അത് മുഴുവൻ പരിശോധിക്കുമെന്ന് പറഞ്ഞു. അതാണ് അന്തസ്. ആ അന്തസ് ഞങ്ങൾ കാണിച്ചു. ആ അന്തസ് കാണിക്കാൻ ഇവർ തയ്യാറാവണം. പൊതുമരാമത്ത് മന്ത്രിയും ഇടതുപക്ഷവും തയ്യാറാവണം. അപകടമുണ്ടാകുമ്പോൾ, വിള്ളലുണ്ടാകുമ്പോൾ, അവിടെ മണ്ണിടിയുമ്പോൾ അതൊക്കെ ഗഡ്കരിയുടെ തലയിൽ, മോദിയുടെ തലയിൽ. ഒരു കേന്ദ്രം ഭരിക്കുന്ന സമയത്ത് നാഷണൽ ഹൈവേയുടെ പണി അശാസ്ത്രീയമായാണ് പുരോഗമിച്ചത്. അതിന്റെ പേരിൽ നാട്ടിൽ അപകടം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് കരാർ കമ്പനിയുടെ മാത്രം തലയിലാണ്. അവരെ ഞങ്ങളങ്ങ് ശിക്ഷിച്ചു കളയാം, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്വമില്ല എന്ന നിലപാടെടുക്കുന്നത് ശരിയല്ല. കരാർ കമ്പനിക്കുള്ള ശിക്ഷ മാത്രമല്ല, ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ജനങ്ങളുടെ നികുതി പണമാണ്. അത് എവിടെ നിന്ന് കൊണ്ടുവന്ന് ഫില്ല് ചെയ്യും? എൻ്റെ മാധു ഇങ്ങനെ അറിയാതെ കാര്യങ്ങൾ പറയരുത്. രണ്ടാമത് അവിടെ പണിയാൻ നികുതി പണമാണ് എന്ന് നിങ്ങൾ പറയരുത്.
അവിടെ ഈ സ്ട്രക്ചറിൻ്റെ പണി കഴിപ്പിക്കുമ്പോൾ ഈ കമ്പനിയുമായിട്ടൊരു കരാറുണ്ട്. അത് എല്ലാ കമ്പനികളും അങ്ങനെയാണ്, എല്ലാ കരാറും അങ്ങനെയാണ്, എല്ലാ ഗവൺമെൻറ്റും അങ്ങനെയാണ്. ഇത്ര വർഷം ഈ ബ്രിഡ്ജ് നിൽക്കണം, അത്രയും വർഷം ആ ബ്രിഡ്ജ് നിന്നില്ല, ബ്രിഡ്ജ് തകർന്നാൽ അത് ആ കമ്പനിയുടെ ചുമതലയാ ആ പണിയേണ്ടത്, അല്ലാതെ ഗവൺമെന്റിന്റെ നിങ്ങൾക്ക് അല്ല, തെറ്റാണ്, തെറ്റാണ്. അല്ല, കരാർ കമ്പനിക്കാർ, ഏത് കരാർ കമ്പനിക്കാരായാലും ആ കരാർ കമ്പനിക്കാർക്ക് ഒരു കരാറുണ്ട്. ആ കരാർ പ്രകാരം ഇത്ര വർഷം അത് നിലനിൽക്കണം, അപ്പോഴേ അവർക്ക് ടോൾ പിരിക്കാൻ പറ്റുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക. ടോൾ പിരിക്കണമെങ്കിൽ ആ റോഡിന്റെ സേഫ്റ്റിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ടോൾ പിരിക്കുക. അപ്പൊ ടോൾ പിരിക്കുമ്പോൾ ആ റോഡിന്റെ സേഫ്റ്റിയെ നോക്കേണ്ട ചുമതല ആ കമ്പനിയുടേതാണ്. അതേപോലെ തന്നെ നിർമ്മാണം പൂർത്തിയായിട്ടാണ് ടോൾ പിരിക്കേണ്ടത് എന്നുകൂടി ഉണ്ടാകുമല്ലോ. ഞാൻ നേരത്തെ എടുത്ത് ഓരോ സ്ഥലങ്ങളായി പറയുന്നുണ്ടായിരുന്നു നിർമ്മാണം പൂർത്തീകരിച്ച് സുഗമമായ യാത്ര ഉറപ്പാക്കിയതിന് ശേഷമല്ല. അവസ്ഥ നിങ്ങളെ മാധു, നിങ്ങൾ എത്ര സ്ഥലം എടുത്താലും എല്ലാ സ്ഥലത്തും ഇതാ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എല്ലാ കാലഘട്ടത്തിലും ഞാൻ പറഞ്ഞ നിങ്ങളൊരു കാര്യം ചെയ്യുന്ന നാഷണൽ ഹൈവേ വേണ്ടാന്ന് വെക്കാം. നമുക്ക് നാഷണൽ ഹൈവേ കേരളത്തിൽ വേണ്ട, അങ്ങനെ വെക്കാൻ പറ്റുമോ? എവിടെയാണോ അപകടം ഉണ്ടായത്, എവിടെയാണോ വിള്ളലുണ്ടായത്, എവിടെയാണോ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായത്, ആരും തരുന്ന ഔദാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട എന്ന് വെക്കാൻ വേണ്ടിയിട്ടല്ല സംസ്ഥാനം ഈ പറയുന്ന സർക്കാരുകളെ അധികാരത്തിലേറ്റുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കാൻ വേണ്ടിയല്ല. ഇത് ഔദാര്യമല്ല, ആരുടെയും ദയയും ദാക്ഷിണ്യവും ഭിക്ഷയും ഒന്നുമല്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. ശ്രീ വി ശിവദാസൻ, അങ്ങേക്ക് കുറച്ച് സമയം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അല്ല, ഞാനൊന്ന് തീർത്തോട്ടെ, പറഞ്ഞതിന് മറുപടി എന്ന് പറഞ്ഞോട്ടെ. എന്നാ പിന്നെ നിങ്ങൾ വലിയ വാചകം അടിക്കണ്ട. 5-6 ദിവസമായി നാഷണൽ ഹൈവേയിലെ വിള്ളലിന്റെ പരിഹാരമുണ്ട്, ആ പരിഹാരം ചെയ്യും. ആ പരിഹാരം പോരെ, പിന്നെ എന്ത് ചെയ്യണം? ഒരൊറ്റ നിമിഷം ശ്രീ ബി ഗോപാലകൃഷ്ണനോട് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, കഴിഞ്ഞ ദിവസം ഈ വിള്ളലുണ്ടായിടത്ത് ഇങ്ങോട്ട് പറഞ്ഞാൽ പോരാ, അങ്ങോട്ട് കേൾക്കാൻ തയ്യാറാണ്. കഴിഞ്ഞ ദിവസം ഈ വിള്ളലുണ്ടായിടത്ത് പൊടിയും താറും കൊണ്ട് മുകളിൽ അടച്ചു വെക്കാൻ ശ്രമിച്ചതാണോ പരിഹാരം? അല്ലെന്ന് നിങ്ങൾ പറയുന്ന പരിഹാരം ചെയ്യാം. മാതൃഭൂമി പറ പരിഹാരം, ആ പരിഹാരം ചെയ്യാം. വിദഗ്ധ സമിതിയെ കൊണ്ടുപോവാ. മാതൃഭൂമി ധൈര്യം ഉണ്ടെങ്കിൽ GV റാവുവിനെ പോലെയുള്ള വിദഗ്ധ സമിതി വന്ന് പരിഹരിക്കാം എന്ന് പറയുമ്പോ അത് പോരാന്ന് പറയാൻ നിങ്ങൾ അത് പോരാ എന്നൊന്നും പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസം കാണിച്ച കണ്ണു കെട്ട് തുറന്നു പറഞ്ഞു രാത്രിക്ക് രാത്രി ടാറും പൊടിയും പാറപ്പൊടിയും ഒട്ടിച്ചു വെച്ചത് ആരെ കാണിക്കാനായിരുന്നു ചോദിച്ചതേ ഉള്ളൂ ശ്രീ ബി ഗോപാലകൃഷ്ണൻ. അല്ല, പിന്നെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾക്ക് നാഷണൽ ഹൈവേ തരില്ല കേട്ടോ എന്ന് പറയുന്നതൊക്കെ ആഡംബരമാണ്, ഒന്നും ചെലവാകില്ല. നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിക്കുന്നതെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കും, അന്തസ്സായി പരിഹരിക്കും. അല്ല, അങ്ങനെ ഭരിക്കുന്നിടത്ത് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി മനുഷ്യർക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. ദയവായി എനിക്ക് സമയം അനുവദിച്ചു എന്നാണ് കരുതുന്നത്. 2 തവണ എന്നെ വിളിച്ച സമയത്ത് എനിക്ക് സംസാരിക്കാനായിട്ടില്ല. ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഞാൻ സംസാരിക്കുകയാണ്. പക്ഷേ ഒരു ചർച്ചകളിൽ മര്യാദയില്ലാതെ ഇടപെടുന്നത് അവസാനിപ്പിക്കാൻ ഒന്ന് പറയൂ. സംസാരിക്കാനുള്ള ഒരാളെ സംസാരിക്കുന്നത്